ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ഹാപ്പിയല്ലേ? ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തുമ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസമാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര സന്തോഷമുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഉമ്മാൻ്റെ വീട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ കുറച്ചധികം പ്ലേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഇറാഷ് കളിക്കാണ്. ഞാൻ പോകുമ്പോഴത്തേക്കും ഉമ്മ ബിരിയാണി വെക്കാൻ റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും പോയിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തെടുത്തു. ഹെൽപ്പ് ചെയ്തെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കൂടി. എനിക്ക് നല്ല പനിയാണ്, അതുകൊണ്ട് വോയിസ് ഒട്ടും ശരിയല്ല, സംസാരിക്കാനേ പറ്റുന്നില്ല. എന്തോ തൊണ്ടക്കകത്ത് കിച്ച് എന്നൊക്കെ പറയൂലേ, ആഡിലൊക്കെ പണ്ട് പറയുന്നുണ്ടായിരുന്നു. ആ സംഭവമാണ് ഇപ്പോൾ എനിക്ക്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തോ പോലെ കേൾക്കാണ് എനിക്ക് തന്നെ എൻ്റെ വോയിസ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കലും കഴിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇതിലേക്ക് ചപ്പും ചവറും കൂടുതലൊന്നും ഇടൂല. നമുക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈ ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയും നട്ട്സൊക്കെ കുറേ അധികം ഇടുന്നതൊക്കെ നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. എൻ്റെ വാപ്പയായിരുന്നു ബ്രദറിനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോൾ ഇറാഷിന് ഭയങ്കര സന്തോഷമാണ്. എനിക്കെന്താ ടോയ്സ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചോക്ലേറ്റ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരാളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കൂലേ, ആ സന്തോഷമാണ് ഇപ്പം നമുക്ക്. എൻ്റെ മറ്റേ ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷം ഒന്നും കൂടി ഇരട്ടിയായേനെ. പണ്ടൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിലും എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും. നോമ്പ് തുറക്കലും ഫുഡ് ഉണ്ടാക്കലും ഫുഡ് കഴിക്കലും കളിക്കലും ടി വി കാണലും ഒക്കെ നമ്മൾ സിബ്ലിങ്സ് ഒരുമിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയുടെ ആവശ്യത്തിനും പഠിക്കാൻ വേണ്ടിയിട്ടും കല്യാണം കഴിച്ചിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ വേറെ വേറെ സ്ഥലത്തായിരിക്കും. പിന്നെ കോണ്ടാക്ട്സ് ഫോണും വീഡിയോ കോളും ഇങ്ങനെ ആയിരിക്കും. നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ ചൈൽഡ്ഹുഡിലേക്ക് പോയൊരു ഫീലാണ്. പിന്നെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു രാത്രി. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ കസിൻസൊക്കെ കിട്ടി, 2 കസിൻസൊക്കെ കിട്ടി, സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിക്കാഹൊക്കെ കഴിഞ്ഞതായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഫാമിലീസിനൊക്കെ കണ്ടു. ഈ കല്യാണത്തിന് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോകാൻ സഡൻ പ്ലാൻ ആക്കിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. നമുക്കില്ലെങ്കിൽ ഫങ്ഷന് കിട്ടിയില്ലെങ്കിൽ ആരും കാണാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഈ ക്യാരറ്റ് ഹൽവ അടിപൊളിയായിരുന്നു, അതും കൂടെ കഴിച്ചു. പിന്നെ ഒരു കട്ടനും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കുടിച്ചില്ല കേട്ടോ, ഞാൻ ഓൾറെഡി ടീ കോഫി രണ്ടും കുടിക്കുന്ന കുറവാണ്. എനിക്ക് കോൾഡൊക്കെ ആയിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.